ആലപ്പുഴയിലെ ഞെട്ടിക്കുന്ന അരും കൊലയുടെ വാർത്തകളിലേക്ക് തന്നെയാണ് നമ്മൾ വളരെ വേഗം പോകുന്നത്. നമുക്ക് കാര്യങ്ങളൊന്ന് വളരെ പെട്ടെന്ന് പറഞ്ഞു പോയാൽ ഈ മാസം നവംബർ 6-ാം തീയതിയാണ് വിജയലക്ഷ്മിയെ കാണാതാകുന്നു എന്ന് പറഞ്ഞാൽ അമ്പലപ്പുഴയിലെ സ്വന്തം വീട്ടിലേക്ക് ജയചന്ദ്രൻ വിളിച്ചു വരുത്തുകയായിരുന്നു. ഇരുവരും ഹാർബറിൽ ഒരുമിച്ച് ജോലി ചെയ്യുന്നവരാണെന്നാണ് വിജയലക്ഷ്മിയുടെ സഹോദരി അല്പസമയം മുൻപ് മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. അങ്ങനെയുള്ള പരിചയമാണ്. വിജയലക്ഷ്മി ഭർത്താവുമായി അകന്ന് കഴിയുകയായിരുന്നു. 2 മക്കളുണ്ട്. കരുനാഗപ്പള്ളിയിലാണ് അവർ താമസിക്കുന്നത്. വിജയലക്ഷ്മിയും ജയചന്ദ്രനും ഹാർബറിൽ ഒരുമിച്ച് ജോലി ചെയ്ത് വരികയായിരുന്നു. ഈ പറയുന്ന നവംബർ 6-ാം തീയതി ഇവിടെ ഈ പറയുന്ന സ്ഥലത്ത് ഈ അമ്പലപ്പുഴ കരൂർ ഭാഗത്ത് ഒരു അമ്പലത്തിൽ ഷഷ്ടി ഉത്സവമാണ്. അതോടൊപ്പം അന്ന് ജയചന്ദ്രന്റെ ഭാര്യയും മകനും ആ വീട്ടിലുണ്ടായിരുന്നില്ല. ആ ദിവസം വിജയലക്ഷ്മിയെ ആ വീട്ടിലേക്ക് ജയചന്ദ്രന്റെ സ്വന്തം വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നു. രാത്രി കഴിഞ്ഞ് പുലർച്ചെ 7-ാം തീയതി പുലർച്ചെ ഇരുവരും തമ്മിൽ ഒരു ഫോൺ കോളുമായി ബന്ധപ്പെട്ട് സുധീഷിന്റെ ഒരു ഫോൺ കോളുമായി ബന്ധപ്പെട്ട് ഒരു തർക്കമുണ്ടാകുന്നു. ആ തർക്കത്തിന് പിന്നാലെയാണ് കൊലപാതകത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. കൊല്ലുന്നു, കുഴിച്ചു ജയചന്ദ്രൻ തന്നെ തൊട്ടടുത്ത പറമ്പിൽ മൃതദേഹം കുഴിച്ചു മൂടുന്നു. അത് കഴിഞ്ഞ് വിജയലക്ഷ്മിയുടെ ശരീരത്തിലുള്ള സ്വർണ്ണാഭരണങ്ങളൊക്കെ തട്ടിയെടുക്കുന്നു. ഇതിന് പുറമെ വിജയലക്ഷ്മിയുടെ ആ ഫോണിലേക്കാണ് ഈ സുധീഷിന്റെ ഒരു ഫോൺ കോൾ വന്നത്. അതാണ് തർക്കത്തിന് കാരണമായത്. ആ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുന്നു. അത് കഴിഞ്ഞൊരു KSRTC ബസ്സിൽ ഉപേക്ഷിക്കുന്നു. ഇത് കഴിഞ്ഞ് 10-ാം തീയതിയാണ് വിജയലക്ഷ്മിയെ കാണാനില്ല എന്നൊരു പരാതി വിജയലക്ഷ്മിയുടെ സഹോദരി ഗീത കരുനാഗപ്പള്ളി പോലീസിൽ ഒരു മിസ്സിംഗ് കംപ്ലൈന്റ് ഫയൽ ചെയ്യുന്നത്. അതിന് പിന്നാലെയാണ് പോലീസ് അന്വേഷണം ആരംഭിക്കുന്നത്. ആ അന്വേഷണത്തിൽ വിജയലക്ഷ്മിയുടെ മൊബൈൽ ഫോൺ കണ്ടെത്തുന്നു KSRTC ബസ്സിൽ നിന്ന്. പിന്നീടാണ് അത് ജയചന്ദ്രനിലേക്ക് എത്തുന്നതും ജയചന്ദ്രന്റെ കുറ്റസമ്മത മൊഴി വരുന്നതും ഈ പറയുന്ന ഭാഗത്ത് കുഴിച്ചു മൂടി എന്നുള്ള മൊഴി വരുന്നത്. അത് കഴിഞ്ഞിട്ട് അതിന് പിന്നാലെയാണ് പരിശോധന. ഇപ്പോൾ ഏറ്റവും നിർണായകമായ കാര്യം വിജയലക്ഷ്മിയുടെ മൃതദേഹം ഈ പറയുന്ന സ്ഥലത്ത് നിന്ന് കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും വിജയലക്ഷ്മിയുടെ മൃതദേഹം വളരെ പെട്ടെന്ന് തന്നെ പരിശോധനയിൽ കണ്ടെത്താൻ പുറത്തേക്ക് എടുക്കാൻ എന്തായാലും അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടുണ്ട്. രഘുനാഥ് നാരായണൻ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. രഘു, ഇനിയുള്ള നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്? ആര്യ, 1-2 വിവരങ്ങൾ കൂടി പങ്കുവെക്കുക. അതിൽ ആദ്യം പറഞ്ഞതുപോലെ തന്നെ മൃതദേഹം പൂർണ്ണമായി പുറത്തെടുത്തിട്ടുണ്ട്. അത് മൃതദേഹം വീണ്ടെടുത്ത ആളുകൾ വ്യക്തിപരമായി നമ്മളോട് അനൗദ്യോഗികമായി പറയുന്നത് അത് മൃതദേഹം പൂർണ്ണമായി നഗ്നമായിരുന്നു. അത് മുഖം വികൃതമായിരുന്നു, അല്ലെങ്കിൽ മുഖം തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ ആ മൃതദേഹം അഴുകിപ്പോയിരുന്നു. എന്തായാലും മൃതദേഹം വീണ്ടെടുത്തിട്ടുണ്ട്. ഇത് തിരിച്ചറിയേണ്ടതിനെയും ബന്ധുക്കളാണ്. അവരുടെ ഒരു ശരീരാകൃതിയൊക്കെ വെച്ചോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള തെളിവുകൾ പാടുകളൊക്കെ വെച്ചോ തിരിച്ചറിയേണ്ടത് ബന്ധുക്കളാണ്. തൊലി പൂർണ്ണ അർത്ഥത്തിൽ വിലകി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ മൃതദേഹം വീണ്ടെടുത്ത ആളുകൾ പറയുന്നത്. അതുകൊണ്ടാണ് ഇത്രമേൽ ദുർഗന്ധം ഉണ്ടായിരിക്കുന്നത്. ഇനിയും ഉള്ള നടപടിക്രമം എന്ന് പറയുന്നത് റവന്യൂ ഉദ്യോഗസ്ഥരെത്തി ഇൻക്വസ്റ്റ് നടപടികളൊക്കെ മഹസറൊക്കെ തയ്യാറാക്കി മൃതദേഹം ബന്ധുക്കളെത്തി ഈ വിജയലക്ഷ്മിയുടെ ബന്ധുക്കളെത്തി തിരിച്ചറിയണം. ഇതിനുശേഷം മഹസറൊക്കെ തയ്യാറാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായിട്ട് മാറ്റുകയാണ് ചെയ്യേണ്ടത്. അതിരൂക്ഷമായ ദുർഗന്ധമാണ് പ്രദേശത്തുള്ളത്. നമുക്ക് സാധാരണ നിലയിൽ ഇത് ഞാൻ ഇവിടെ വന്നതിന് ശേഷം 6-ാമത്തെ 7-ാമത്തെ സംഭവമാണ്. പക്ഷെ അവിടെയൊക്കെ ഉണ്ടായതിനേക്കാൾ അതിരൂക്ഷമായൊരു ദുർഗന്ധം ഈ മേഖലയിലുണ്ട്. ഒരു പക്ഷേ ഇതൊരു ചതുപ്പ് സ്ഥലമായതുകൊണ്ടും ഈ കടലടുത്ത് കിടക്കുന്നത് കൊണ്ടും ഒരു പക്ഷെ മൃതദേഹം വേഗത്തിൽ അഴുകിയതായിരിക്കാം എന്ന് വേണം നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. എന്തായാലും മൃതദേഹം വീണ്ടെടുത്തിരിക്കുന്നു. കൊലപ്പെടുത്തിയ ശേഷം പൂർണ്ണയായി നഗ്നയാക്കിയിട്ടാണ് മൃതദേഹം മറവ് ചെയ്തിട്ടുള്ളത്. മുഖം അടക്കം ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങൾ അഴുകി തുടങ്ങിയിരുന്നു. അതുകൊണ്ടാണ് വലിയ രൂക്ഷമായ ദുർഗന്ധം ഉണ്ടായത്. ശരി, ശരീരം നഗ്നമായ നിലയിലാണ് എന്നുള്ള വിവരം കൂടി ഇപ്പോൾ വരികയാണ്. രഘുനാഥാണ് വിവരങ്ങൾ നൽകിയത്. മുഖമടക്കം തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലാണ്. ജീർണിച്ചു തുടങ്ങിയിട്ടുണ്ട് മൃതദേഹം എന്ന് വേണം മനസ്സിലാക്കാൻ. രഘു, അപ്പോൾ സ്വാഭാവികമായും ഇപ്പോൾ വിജയലക്ഷ്മിയുടെ സഹോദരിയോ അല്ലെങ്കിൽ മക്കളോ ആരെങ്കിലും അവിടേക്ക് എത്തിക്കണം. എന്നിട്ട് ഇത് വിജയലക്ഷ്മി തന്നെയാണ് എന്ന് സ്ഥിരീകരിക്കണം. അതോടൊപ്പം തന്നെ ഈ വിജയലക്ഷ്മിയുടെ സഹോദരി നൽകിയ ഒരു പരാതിയിൽ FIR-ൽ ഈ കൊലപാതകത്തിന് ശേഷം വിജയലക്ഷ്മിയുടെ പക്കൽ ഉണ്ടായിരുന്ന സ്വർണ്ണാഭരണങ്ങൾ കൂടി തട്ടിയെടുത്തു എന്നുള്ളൊരു പരാതി കൂടിയുണ്ട്. ആര്യ, സ്വാഭാവികമായിട്ട് തന്നെ ഈ സ്വർണം തട്ടിയെടുത്തു എന്നതിനപ്പുറം ഒരു പക്ഷെ അത് മറ്റാരും കാണാതിരിക്കാൻ വേണ്ടി മറവ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഒളിച്ചു വെക്കാനുള്ള സാധ്യതയുമുണ്ട്. ഇതെന്തായാലും പണത്തിന് വേണ്ടി സ്വർണത്തിന് വേണ്ടി നടത്തിയ കൊലപാതകമല്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ജയചന്ദ്രന്റെ ഭാര്യ തന്നെ പറയുന്നുണ്ട്. അതായത് വിജയലക്ഷ്മി പലതവണ അല്ലെങ്കിൽ ആദ്യത്തെ തവണ പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോൾ വിജയലക്ഷ്മി പറയുന്നത് ജയചന്ദ്രന് വലിയ ഇഷ്ടമാണ്, എനിക്ക് പണം തരും എന്ന് മാത്രമല്ല ബോട്ടിൽ പോയിട്ട് വരുമ്പോൾ മത്സ്യം തരും. അതുകൊണ്ട് തന്നെ ഒരു സ്നേഹത്തിന്റെ പുറത്തു നിന്നുണ്ടായ പകയുടെ അടിസ്ഥാനത്തിലുണ്ടായ കൊലപാതകം എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. കാരണം ജയചന്ദ്രനും വിജയലക്ഷ്മിയും തന്നെ തമ്മിൽ അടുപ്പമായിരുന്നു. അതുകൊണ്ട് തന്നെ ജയചന്ദ്രന്റെ വീട്ടിൽ മറ്റാരുമില്ലാത്ത
കാണാത്ത സമയത്ത് വിജയലക്ഷ്മി അവിടെ എത്തുകയും ചെയ്തിരുന്നു. ആ എത്തിയ സമയത്ത് പുലർച്ചെ മറ്റൊരാൾ വിജയലക്ഷ്മിയുടെ ഫോണിലേക്ക് വിളിക്കുന്നു. അതിനെ തുടർന്നുണ്ടായ തർക്കം, അതായത് ആ ഒരു പക്ഷേ ഒരു പക എന്ന് വേണം പറയാൻ, ഒരു വിശ്വാസവഞ്ചന ഉണ്ടായി എന്നുള്ളൊരു തിരിച്ചറിവിൽ നിന്ന് ഇയാൾക്ക് പെട്ടെന്നുണ്ടായ പ്രകോപനത്തിന്റെ അടിസ്ഥാനത്തിലുണ്ടായ കൊലപാതകമാണെന്ന് വേണം നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. കാരണം ജയചന്ദ്രൻ അങ്ങനെ ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളല്ല. കൃത്യമായി ജോലിക്ക് പോയി കുടുംബവും മറ്റും നോക്കുന്ന ആളാണ്. അയാൾ രാവിലെ തന്നെ മത്സ്യത്തൊഴിലാളിയാണ്, വെളുപ്പിനെ തന്നെ മത്സ്യത്തൊഴിലിന് പോകുന്നു. അയാൾ ഇവിടെ വന്ന് താമസിച്ചെങ്കിൽ പോലും ആളുകളോടൊന്നും അത്ര വലിയ ബന്ധമില്ലെന്നേ ഉള്ളൂ. പക്ഷേ അയാളെ കൊണ്ട് നാട്ടുകാർക്കൊന്നും വലിയ ബുദ്ധിമുട്ടില്ല, ശല്യമില്ല. അയാൾ ഒരു പണിക്ക് പോയി വീട് വെച്ചൊക്കെ മാറുമ്പോൾ ഇപ്പോൾ മുഖം തിരിച്ചറിയാനാകാത്ത നിലയിലാണ് മൃതദേഹം. DNA പരിശോധന ഒരുപക്ഷെ നടത്തേണ്ടി വരും എന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത്. വസ്ത്രം പൂർണ്ണമായും നഗ്നയാക്കിയ നിലയിലാണ് മൃതദേഹം ഉള്ളത് എന്നുള്ള വിവരം കൂടി വരികയാണ്.